ചിക്കനും ബീഫൊന്നും ഇല്ലാണ്ട് നമുക്ക് മക്രോണി ഒരു മുട്ടനെ കൊണ്ട് സിമ്പിളായിട്ട് എങ്ങനെ ആക്കുക എന്ന് നോക്കാം. ഒരു കപ്പ് ആദ്യം മക്രോണി എടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്നൊരു ചെമ്പ് വെച്ചിട്ട് ആ കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ആദ്യം തന്നെ പാകമാക്കി വെച്ചതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തൊഴിച്ചു. ഈ വെള്ളം നല്ലോണം തുള്ളി പതക്കണം ഗൈസ്. ജസ്റ്റ് ചെറുങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ. നല്ല പതക്കുന്ന സമയത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഗൈസ്. പാക്കിങ് സമയത്ത് വരുന്നതല്ലേ, എന്തെങ്കിലും ഹൈജീനിക് ആയിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കും ഞാൻ ഗൈസ്. അപ്പോൾ വെള്ളം ഇട്ട് കൊടുത്ത് ഈ സമയത്ത് ചിലവർ ഉപ്പ് ഇടലുണ്ട് ഇതിലേക്ക്. പക്ഷെ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. വെറും ഓയിൽ മാത്രം ഒരു 3-4 ഇട്ടിൻ്റെ അത്ര ഓയിൽ ഇട്ട് കൊടുക്കുക ഗൈസ്. അത് തമ്മിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തമ്മിൽ പറ്റി പിടിക്കും. അപ്പോൾ ഓയിലങ്ങ് ഒഴിച്ച് കൊടുത്തു ഗൈസ്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വേവണം, എന്നാലേ അതിന് മൊത്തം വേവാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിഞ്ഞ് വെന്തിനു വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ എടുത്തിയാണ്. അപ്പോൾ ആയിട്ടില്ല ഗൈസ്. നല്ലോണം ഈ വെള്ളം ഇങ്ങനെ ഏകദേശം പാകത്തിന് വെള്ളം ആകുമ്പോഴേക്ക് ഇത് ഗ്യാസിലായതുകൊണ്ട് നമുക്ക് വെള്ളം പരമാവധി കുറച്ച് വെക്കാം. അതുകൊണ്ടാണ് 3 കപ്പ് പറഞ്ഞത്. അടുപ്പിലാണെങ്കിൽ പ്രശ്നമില്ല ഗൈസ്, എത്ര വേണം വെള്ളം എടുക്കുക. അതാ 3 കപ്പ് ഏകദേശം ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളമുണ്ട് ഗൈസ്. അപ്പോൾ അതിനെ നമുക്ക് വേറെയിലേക്ക് ഊറ്റിയെടുക്കാം. ചോറ് വാർക്കുമ്പോൾ വാർത്താലും പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞാലും മതി ഗൈസ്. ഏകദേശം ആയിട്ടുണ്ട്. ഇത് വെന്ത് കിട്ടി മസാലക്കുള്ളത് നമുക്ക് റെഡിയാക്കാം. അപ്പുറത്തേത് ഊറ്റി വരുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ട് മസാല റെഡിയാക്കാം ഗൈസ്. അപ്പോൾ ഒരു തക്കാളി, 3 പച്ചമുളക്, ചെറിയ പീസ് ചെറുനാരങ്ങ, ഒരു മുട്ട, ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഗൈസ്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെമ്പങ്ങ് വെച്ച് കൊടുക്കുക. അതേ ചെമ്പ് തന്നെ എടുത്തിട്ടുള്ള ഞാൻ. ചെമ്പിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ മുറിച്ച് വെച്ച പച്ചമുളക് അതിലിട്ട് കൊടുക്കുക ഗൈസ്. ഇങ്ങനെ എണ്ണയിൽ ആദ്യം വാട്ടുന്നതുകൊണ്ട് ഗ്യാസ്ട്രിക്കിന് നല്ലതാണ് ഗൈസ്. പച്ചമുളക് ആദ്യം ഇട്ട് ഇങ്ങനെ വാട്ടുന്നതുകൊണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ചെറുങ്ങനെ വാട്ടി വരുന്നതിന് ശേഷം തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക ഗൈസ്. പെട്ടെന്ന് ഉപ്പ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തക്കാളിയിൽ സ്മാഷായി കിട്ടും. അത് കാണാൻ പറ്റും സ്പൂണിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത്. കുറച്ച് ഒരു സ്പൂണിൻ്റെ അത്ര വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം ഞാൻ അധികം ഓയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് വെള്ളത്തിലാകുമ്പോൾ പെട്ടെന്ന് ഇതായി കിട്ടും. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങനെ ഇളക്കുക ഗൈസ്. നല്ലോണം വാട്ടിയെടുക്കണമെന്നില്ല. പിന്നെ അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക. മുട്ട ഞാൻ ഇപ്പോൾ ഗൈസ് ഇടുന്നത്. മുട്ട ആദ്യം തന്നെ ഇടാം, പക്ഷെ ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ ഒരു ചെറുനാരങ്ങ, ചെറിയ പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. ഇത് മുട്ട ശേഷം ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇടുമ്പോൾ നമ്മൾ തക്കാളി ഇങ്ങനെ വാട്ടുമ്പോൾ മുട്ട നല്ലോണം പൊടിഞ്ഞു പോകും ഗൈസ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മുട്ട ഇടുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷം ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും. നമുക്ക് വീഡിയോൻ്റെ അവസാനമായിട്ട് കാണാൻ പറ്റും. നല്ലോണം ഒരു 2 മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിലങ്ങ് ഇളക്കി കൊടുക്കുക. മുട്ട ഇട്ടതുകൊണ്ട് ചെറുങ്ങനെ ഒരു അടി പിടിച്ച പോലെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അതെന്നാ